എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പച്ച പ്രിൻസസ് കട്ടിൻ്റെ അതിലുള്ള അടിയിലുള്ള പാനലിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 കണ്ട ശേഷം മാത്രം പാർട്ട് 2 കാണുക എല്ലാവരും. അപ്പം നമുക്കിതിൽ ഹിപ്പിൻ്റെ റൗണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി ബോഡിയുടെ യോക്ക് കട്ട് ചെയ്തതിന് പ്രിൻസസ് കട്ടിൽ ഇത് താഴെയുള്ളത് പാനൽ വെച്ച് കട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിപ്പ് റൗണ്ട് വന്നിട്ട് 40 40ന് 4 10ന് 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങും 1 ഇഞ്ച് ലൂസും കൂടി കൊടുക്കുമ്പോൾ 12 ഇഞ്ച് വരും നമ്മുടെ ഹിപ്പിന്റെ റൗണ്ട്. അപ്പോൾ ഹിപ്പിന്റെ റൗണ്ട് എത്രയായി? 12 ഇഞ്ച്. ഒരു സൈഡിലെയാണ് കേട്ടോ, 4 സൈഡിലാകുമ്പോൾ മാറും. 40 ആണ് 40ന്. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ 12ൽ നമുക്ക് ഒരു സൈഡിൽ 4 പാനൽ വേണം. ഓക്കെ, അപ്പം 4 സൈഡിലാകുമ്പോൾ 16 പാനൽ, ടോട്ടൽ 16 പാനലാണ് ഞാൻ എടുക്കുന്നത് ചുറ്റു റൗണ്ടും. അപ്പം 16 പാനലിന്റെ 4 മടക്കുമ്പോൾ എത്രയാവും? നമുക്ക് 4 മടക്കുമ്പോൾ നമ്മൾ 4 പാനൽ വെച്ചിട്ട് ഓരോരോ സൈഡ് വരും. മനസ്സിലായില്ല? അപ്പം നമുക്ക് മൊത്തം 12 നമ്മുടെ ഹിപ്പ് വിടുത്ത് ഒരു സൈഡിൽ, അതിന് 4 പാനലാണ് വേണ്ടത്. അപ്പോൾ 3 കിട്ടും. 12 4 3 കിട്ടും. പ്ലസ് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ആക്ച്വലി 8 പാനലും ബാക്കിൽ 8 പാനലും വരും. അതാണ് അതിന്റെ കണക്ക്. അപ്പോൾ നമുക്ക് 3.5 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 3 ഇഞ്ച് കിട്ടി. 3 ഇഞ്ചിന്റെ ഒപ്പം അപ്പുറത്തും ഇപ്പുറത്തും ഓരോരോ പാനലിൽ തയ്യൽ തുമ്പ് കൂടി ചേർക്കുമ്പോൾ 3.5 വന്നു. അപ്പം 3.5 മുകളിൽ മാർക്ക് ചെയ്തു. 4 ഇഞ്ച് അവിടെ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിരിക്കണം ആ പാനൽ. അതായത് മേളിന്ന് ആ 4 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് എടുക്കണം, പിന്നെ വളച്ചെടുക്കണം. ഓക്കെ, ഒരു പാനലിന്റെ ഒരു സൈഡ് സ്ട്രെയിറ്റും ഒരു സൈഡ് കർവും ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇതിൽ വന്നിട്ട് ടോട്ടൽ ലെങ്ത് എത്രയാണോ ആ ലെങ്ത്ന്ന് നമുക്ക് യോക്ക് മൈനസ് ചെയ്തിട്ടുള്ള ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യോക്ക് 15 ഇഞ്ചാണ്. ടോട്ടൽ നമ്മുടെ ഈ കുർത്തിയുടെ നീളം 47. അപ്പൊ 47 ഇഞ്ചിന്ന് യോക്ക് 15 പോകുമ്പോൾ നമുക്ക് 32 ഇഞ്ചാണ് ആ പാനലിന്റെ ലെങ്ത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ആ 35 ഇഞ്ച് നീളമുള്ള പാനല് എത്ര പാനലിന്റെ നീളം വേണോ അത് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അടിയിൽ ഞാൻ 5.5 ഇഞ്ച് എടുത്തിട്ട് പ്ലസ് 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 6 ഇഞ്ചാക്കി. ഈ തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞ പാനലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള തയ്യൽ തുമ്പാണ്. അപ്പൊ ഒരു സൈഡ് ഞാൻ പാന കൊണ്ട് അപ്പുറത്തിങ്ങനെ വരച്ചിട്ടുണ്ട്, കണ്ടോ? ഇപ്പുറത്തെ സൈഡ് സ്ട്രെയിറ്റ് ആയിരിക്കും പാനല്, മറ്റത് ചരിഞ്ഞിട്ടുമായിരിക്കും. അതാണ് അതിന്റെ കറക്റ്റ് മെഷർമെന്റ്. അപ്പൊ നമ്മൾ ഈ 4 ഇഞ്ച് സ്ട്രെയിറ്റ് വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ കർവിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ? സ്ട്രെയിറ്റ് 4 ഇഞ്ച് നേരെ കൊണ്ടുവന്നു, പിന്നെ നേരെ 6 ഇഞ്ചിലേക്ക് ഞാൻ വളച്ചു കൊണ്ടുവന്നു, ആ പോയിന്റിലേക്ക് വളച്ചു കൊണ്ടുവന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തുണി 4 മടക്കാം. നമ്മൾ എങ്ങനെ വേണമെങ്കിൽ മടക്കാൻ, തുണി 4 മടക്കിയിരിക്കുക. ജസ്റ്റ് ഇനിയിപ്പോൾ അത് എങ്ങനെയാന്നൊക്കെ ചോദിക്കരുത്. നമുക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. 4 തുണി എങ്ങനെയെങ്കിലും മടക്കുക, നമ്മുടെ ഈ പാനൽ വെക്കാം. പാനൽ വെച്ചിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ ഇത് വല്ല വീതിയുള്ളൊരു തുണിയാണിത്. അപ്പൊ നമുക്ക് അപ്പുറവും ഇപ്പുറവും വെച്ചൊക്കെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ വന്നിട്ട് നമുക്ക് ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ വെക്കുമ്പോ നമുക്ക് 4 പാനൽ കട്ട് ചെയ്യണം. അപ്പൊ അടിയിൽ 4 ലെയർ ഉണ്ടല്ലോ. നമ്മൾ തുണി 4 മടക്കിയിരിക്കുന്നത്. 4 ലെയർ ആക്കിയിട്ടാണ് തുണി നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ലെയർ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അടിയിൽ മൊത്തം 4 എണ്ണം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ കണ്ടല്ലോ, 4 എണ്ണം നമുക്കത് കിട്ടിക്കഴിഞ്ഞു. പിന്നെ വന്നിട്ട് നമുക്കിനി അത് വന്നിട്ട് ഈ പാനൽ എടുത്ത് നേരെ താഴത്തേക്ക് വെക്കുക. നമ്മുടെ ഇപ്പൊ വെച്ചിരിക്കുന്ന പാനൽ എടുത്തിട്ട് താഴത്തേക്കാക്കി വെച്ചിട്ട്, കണ്ടോ, അങ്ങനെ വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങളുടെ തുണിയുടെ വീതിക്ക് അനുസരിച്ച് ഇത് 3 മീറ്റർ എനിക്ക് കറക്റ്റ് പാവം. ഇനി കുറച്ചുകൂടി തുണി ബാക്കി ഇരിപ്പുണ്ട്. പക്ഷെ അത് തുണിയുടെ വീതിയുള്ളൊരു തുണി അതുകൊണ്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു 3.5 മീറ്ററിൽ ട്രൈ ചെയ്യുക കേട്ടോ. നമ്മൾ ആ പാനലും കട്ട് ചെയ്തെടുത്തു. അതുമാതിരി ബാക്കി 2 പാനൽ കട്ട് ചെയ്തെടുക്കുക, ബാക്കി 2 ലെയർ. ഇനി നമ്മൾ ലൈനിങ് മെറ്റീരിയലിന് വേണ്ടിയിട്ട് അമ്പർല വേണമെങ്കിൽ അമ്പർല ലൈനിങ് ആക്കാം. ഞാനിപ്പോൾ എ ലൈൻ എടുക്കാം. തുണി ചുമ്മാ വേസ്റ്റ് ആക്കുന്നില്ല. സോ എ ലൈനിന് വേണ്ടി 4 മടക്കി തുണി. ഇനി വന്നിട്ട് നമുക്ക് നമ്മുടെ ഹിപ്പിന്റെ വീതി 12, പക്ഷെ ഞാൻ 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കാരണം നമ്മൾ നെറ്റിന്റെ തുണിയൊക്കെ ചെയ്തു വരുമ്പോൾ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യാം. ഹിപ്പ് നമുക്ക് 12 ഇഞ്ച് ആയിരുന്നില്ല, തുണി 4 മടക്കി വെച്ചിട്ട് നമുക്ക് 12 ആയിരുന്നു, പക്ഷെ ഞാൻ 13 മാർക്ക് ചെയ്തത്.
ഇനി നമുക്ക് സ്കേർട്ടിന്റെ ലെങ്ത് 32 ആണെങ്കിൽ ഞാനിപ്പോൾ 30 ഇഞ്ച് ലൈനിങ്ങിന് മാർക്ക് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്താൽ എ ലൈനാണ് ഞാൻ എടുക്കുന്ന ലൈനിങ്. നിങ്ങൾക്ക് അമ്പർല എടുക്കാം, പാനൽ ആരും തന്നെ എടുക്കൂല കേട്ടോ. ഒന്നില്ലെങ്കിൽ അമ്പർല അല്ലെങ്കിൽ എ ലൈൻ ടൈപ്പാണ് അതിന് ലൈനിങ് കൊടുക്കുക. അപ്പൊ ഞാനിതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് 30 ഇഞ്ചിൽ നീളം മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അവിടെ ഒരു 2 ഇഞ്ച് മുകളിലേക്കായിട്ട് ഇങ്ങനെ നമ്മൾ എ ലൈനിലൊക്കെ മാർക്ക് ചെയ്യുന്നമാതിരി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമ്പർല സ്കേർട്ടിനാകുമ്പോൾ അമ്പർല ലൈനിങ് കൊടുക്കാം. ഇതിപ്പോൾ പാനൽ സ്കേർട്ട് ആകുമ്പോൾ എ ലൈൻ ലൈനിങ് കൊടുത്താൽ മതി നമുക്ക്. ഇതിന്റെ പ്രിൻസസ് കട്ടിന്റെ ഒരു കാര്യം പറയാം, കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ കട്ട് ചെയ്തെടുത്ത പ്രിൻസസ് കട്ടിന്റെ യോക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ 2 പോർഷൻ ജോയിൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അത് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് പാർട്ട് 3 കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവ് കട്ടിങ്ങിന്റെ വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സ്ലീവ് കാണിക്കുന്നില്ല, സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സ്റ്റിച്ചിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം കുറച്ച് നീളമുള്ള വീഡിയോ ആയിരിക്കും നമ്മുടെ. അപ്പൊ ഞാൻ ഇത്തിരി ബ്രീഫായിട്ട് നല്ലവണ്ണം കാണിക്കുന്നുണ്ട് ഇന്ന് വീഡിയോയിൽ. അപ്പൊ നമ്മുടെ പാനൽ കട്ട് ചെയ്തെടുത്തപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ, അതായത് ഒരു സ്ട്രെയിറ്റ് ഒരു സൈഡ് വളവ്, അങ്ങനെയായിരിക്കും നമ്മുടെ പാനൽ ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളഞ്ഞ സൈഡുള്ള ഭാഗം അവിടെ സ്ട്രെയിറ്റ് ഭാഗത്തിനോട് ചേർത്ത് വെക്കാം. വളഞ്ഞ ഭാഗവും സ്ട്രെയിറ്റ് ഭാഗവും ആയിരിക്കണം തമ്മിൽ ജോയിൻ ചെയ്യേണ്ടത്. മനസ്സിലായി? ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും നമ്മളിത് ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ 8 പാനൽ, ബാക്കിൽ 8 പാനൽ എന്ന ലെവലിൽ ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ പാനലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ഇതിലിപ്പോ അവിടെ വളഞ്ഞ ഭാഗം, അവിടെ വളഞ്ഞ ഭാഗം, ഓക്കെ, അങ്ങനെ ആ വളഞ്ഞ ഭാഗം തമ്മിൽ ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്യരുത്. ഒരു കർവ് ഷേപ്പുള്ള ഭാഗവും ഒരു സ്ട്രെയിറ്റ് ഷേപ്പുള്ള ഭാഗം കൂടി വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ 8 എണ്ണം ഫ്രണ്ടിലും 8 എണ്ണം ബാക്കിലും എന്ന രീതിയിൽ നമ്മളത് ചെയ്തെടുക്കുക. അപ്പൊ ഇത് ജോയിൻ ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് നല്ല ഡ്രസ്സോട്ടോ. ഡ്രസ്സ് ശരിക്കും ഒരു പാർട്ടി വെയർ ലുക്കാണ്. നമ്മൾ എടുക്കുന്ന തുണിയുടെ ലെവലിരിക്കും. ഇതിപ്പോൾ ഒരു ഫ്ലോറൽ ടൈപ്പ്, നമുക്ക് ഫ്ലവർ ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് ശരിക്കും നന്നായിട്ട് വരും ലൈനിങ് കൂടി വരുമ്പോൾ. ഇപ്പൊ ഞാൻ ചെയ്തല്ലോ, ഇനി നമ്മൾ വേറൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിപ്പോ വളഞ്ഞ ഭാഗമാണ്, കർവ് ഭാഗമാണ്. അപ്പൊ സ്ട്രെയിറ്റ് ഭാഗം എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി ഇതായാലും അറിയൊന്നുമില്ല അതിൽ കേട്ടോ. നമ്മളത് ജോയിൻ ചെയ്യാം, ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുത്തു. കണ്ടല്ലോ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി പാനൽസ് തമ്മിൽ ജോയിൻ ചെയ്തു. 2 ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക്, അങ്ങനെ നമ്മൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കണ്ടല്ലേ, ഫ്രണ്ടിലിട്ട് ബാക്കിലിട്ട്. ഇത് നിങ്ങളുടെ മെഷർമെന്റിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു അനാർക്കലി വീഡിയോ ഇട്ടിട്ടുണ്ട് പണ്ട്, അതിലും ഇതേ മെത്തേഡ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ മോൾ വശത്ത് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുക. അതായത് ഒന്ന് വലിഞ്ഞും കയറിയൊക്കെ നിൽക്കുന്നുണ്ടാകും ചില സമയം നമ്മൾ അടിയിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ എപ്പോഴും. അപ്പൊ വലിഞ്ഞും കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്ട്രെയിറ്റ് ആക്കി കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് മെറ്റീരിയൽ എടുക്കുക. ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് അതിന്റെ മേലെ നമ്മുടെ നെറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് അതിന്റെ ടോപ്പിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ലൈനിങ് മെറ്റീരിയലിന്റെ മേലെ നമ്മുടെ നെറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ആ ഹിപ്പിന്റെ അവിടെ 2 ഹിപ്പുകളും, ലൈനിങ്ങിന്റെ ഹിപ്പും നെറ്റിന്റെ ഹിപ്പും വെച്ചിട്ട് അവിടെ ജോയിൻ ചെയ്യാം. അപ്പൊ ഇതിപ്പോ ജോയിൻ ചെയ്യാനാണ് ഞാൻ. അതേമാതിരി മറ്റേ ബാക്ക് സൈഡിന്റെയും ജോയിൻ ചെയ്യാം. പാർട്ട് 3യിലാണ് ഞാൻ പ്രിൻസസ് കട്ടിന്റെ ബോഡി കാണിക്കണത്. കാരണം ഇതിപ്പോ ലെങ്ത് ഒക്കെ കൂടി അത് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കാണിക്കാതെ നമുക്കത് ഒരു ഗൗണാണ്. പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോ ഇല്ലാതെ ഫാസ്റ്റായിട്ട് ഞാൻ ഓടിച്ച് കാണിക്കുന്നില്ല. സോ വന്നിട്ട് നമുക്ക് പ്രിൻസസ് കട്ടിന്റെ അത് ജോയിനിങ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ഷേപ്പ് ഒരിക്കലും കിട്ടില്ല. പിന്നെ നെക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, നെറ്റ് മെറ്റീരിയൽ അല്ലേ, ബോഡി ക്ലോസിങ് എല്ലാം ഉണ്ട്. അപ്പൊ പാർട്ട് 3യോട് കൂടിയിട്ട് നമ്മുടെ ഇത് അവസാനിക്കും. പാർട്ട് 3ന്റെ വീഡിയോ വീണ്ടും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കട്ടിങ്ങിന്റെ കംപ്ലീറ്റും കഴിഞ്ഞു. ഇതിൽ സ്റ്റിച്ചിങ്ങിന്റെ കുറച്ച് ഭാഗം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പ്രിൻസസ് കട്ടിന്റെ അത് നമ്മൾ പാർട്ട് 3യിൽ കാണുക കേട്ടോ. വീഡിയോ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുമായി തന്നെ ചെയ്തു നോക്കുക. പാർട്ടി വെയർ ശരിക്കും നമ്മളെ ഒരു പ്രിൻസസ് കട്ട് വിത്ത് പാനല് നമ്മുടെ ഒരു ഗൗണാണ്. ഗൗൺ ചുരിദാറാണ്. നീളം കൂട്ടിയ ഗൗൺ ആക്കാം നമുക്ക് കേട്ടോ. ഇതിപ്പോ ഞാൻ നീളം കൂട്ടിയിട്ടില്ല. അപ്പൊ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത് നമ്മള് പാർട്ട് 3 കാണുക. താങ്ക് യു. വേഗം അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്സ്.